നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെ ഫുൾഫിൽ ചെയ്യുന്ന കംപ്ലീറ്റ് ആക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ തന്നെ ഇമോഷൻസ്, നമ്മുടെ തോട്ട്സ്, നമ്മുടെ മോട്ടിവേഷൻസ്, നമ്മുടെ ഇൻട്രസ്റ്റുകൾ, നമ്മൾ എന്താണെന്ന് നമ്മളെ സ്വയം തിരിച്ചറിയുന്ന ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ എങ്ങനെ പ്രാക്ടിക്കലി ഇതിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അതിനെത്ര ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഹലോ, നമസ്കാരം. ഞാൻ കൃഷ്ണരാജൻ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് സെൽഫ് അവെയർനെസ്, സ്വയം അവബോധം. നമ്മളെ എങ്ങനെ തിരിച്ചറിയാം. ചില ആളുകളൊക്കെ അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ഡേ ടു ഡേ ലൈഫിൽ സെൽഫ് അവെയർനെസ്സിന് എത്രത്തോളം ക്രൂഷ്യൽ പാർട്ടുണ്ടെന്ന് തിരിച്ചറിയാനോ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാനോ ചിലപ്പോൾ കുറച്ച് പോരായ്മകൾ വരാം. ഇന്ന് മെയിനായിട്ട് നമ്മൾ 2 ടോപ്പിക്സാണ് സെൽഫ് അവെയർനെസ്സിനെ കുറിച്ച് കവർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തേത് ബെനിഫിറ്റ്സ് ഓഫ് കൾട്ടിവേറ്റിംഗ് സെൽഫ് അവെയർനെസ്. രണ്ടാമത്തേത് പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്. നമുക്കിനി ബെനിഫിറ്റ്സ് ഓഫ് സെൽഫ് അവെയർനെസ് ഡിസ്കസ് ചെയ്യാം. ആക്ച്വലി ഫസ്റ്റ് പോയിന്റ് വരുന്നത് ഇംപ്രൂവ് ഇമോഷണൽ ഇൻ്റലിജൻസ്. നമ്മുടെ വികാരങ്ങളെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുകയാണെങ്കിൽ നല്ല കുറച്ച് ബന്ധങ്ങൾ നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയും. ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ല, ചില സമയങ്ങളിൽ എനിക്ക് എൻ്റെ വികാരങ്ങളൊന്നും എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാറില്ല. ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളതിനെ കൺട്രോൾ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ, ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ തോന്നും. നമുക്കിതിൽ പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസ് സംസാരിക്കാം. അതിലിപ്പോൾ നമുക്ക് റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ നോക്കി ഞാൻ എന്താ ചെയ്യുന്നത്. പല റിലേഷൻഷിപ്സൊക്കെ ആയിക്കോട്ടെ, അവിടെയൊക്കെ ആണെങ്കിലും ആളുകൾ അവരത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഞാൻ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആത്മാർത്ഥത കൊടുത്തു എന്നുള്ളത് ചിന്തിക്കുന്നത് വളരെ കുറവാണ്. അത് ആത്മപരിശോധന ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം നമുക്ക് ഈ ലോകത്തേക്ക് എല്ലാം നേടാൻ പറ്റുന്നത് വളരെയധികം ആത്മാർത്ഥതയോട് കൂടി മാത്രമാണ്. അതല്ലാതെ നമ്മൾ എളുപ്പ വഴി കൂടെ പോയി അത് ഇത് കിട്ടും അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മൾ ഒരിക്കലും ഡെവലപ്പ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, സെക്കൻഡ് വരുന്നതാണ് സീക്ക് ഫീഡ്ബാക്സ്. നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മളിപ്പോൾ വെറുതെ കൂട്ടുകാരായിട്ട് കമ്പനിയൊക്കെ അടിച്ചിരുന്ന സമയത്ത് നമുക്ക് അവരോട് ചോദിക്കാം, നിനക്ക് ഞാനിങ്ങനെ ചെയ്തത് ഇങ്ങനെയാണ് തോന്നുന്നത്, ഞാൻ ഇതുപോലെ പെരുമാറുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. മനസ്സിലാവും. അപ്പം നമുക്ക് നല്ല ക്വാളിറ്റി, നല്ല ഫ്രണ്ട്ഷിപ്സ് നമുക്ക് ബിൽഡാവും. അതുപോലെ മൂന്നാമത്തെ ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുർബലത സ്വീകരിക്കുക. നമ്മളെ വീക്ക്നെസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് പോരായ്മകൾ എന്നുള്ള സത്യങ്ങൾ നമ്മൾ തിരിച്ചറിയുക. എന്നാലും അത് അഭിമുഖീകരിക്കാൻ പറ്റുള്ളൂ. നമ്മളോട് ക്ഷമിക്കുക. ഓക്കെ, ഈ കാര്യത്തിൽ ഞാൻ വളരെ മോശമാണ് എന്ന് നമ്മളെ ആക്സെപ്റ്റ് ചെയ്ത് 4 ആളോട് പറയണതിൽ ഒരു കുറച്ചിലും വേണ്ട. അതുണ്ടല്ലോ നമ്മൾ പൊളിയാക്കുള്ളൂ. സീരിയസ്ലി അത് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. ഞാൻ ഇന്ന കാര്യത്തിൽ വളരെ മോശമാണ് എന്ന് ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എന്നെ വന്ന് കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. നമ്മൾ ആ മൊമെൻറ്റിൽ പ്രസൻ്റ് ആയിട്ടിരിക്കുക. ഒരു ജഡ്ജ്മെൻ്റ് ഇല്ലാതെ വേണം ഓരോ സിറ്റുവേഷനെയും ഒബ്സർവ് ചെയ്യാൻ. പോലെ തന്നെ കൾട്ടിവേറ്റ് ക്യൂരിയോസിറ്റി. നമുക്ക് നമ്മളെ തിരിച്ചറിയാനും നമ്മളെ മനസ്സിലാക്കാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി വേണം, ഒരു ഓപ്പൺനെസ് വേണം. ഞാൻ എന്താണ് നമ്മളെ മനസ്സിലാക്കുന്നത്. അതിങ്ങനെ ഒരു ജേർണിയാണ്. നമ്മൾ ഓരോ ഏജ് അനുസരിച്ചും നമ്മുടെ ചിന്തകൾ വരുന്നത് എല്ലാ മനുഷ്യർക്കും വ്യത്യാസമാണ്. അപ്പം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. നമ്മുടെ തോട്ട്സിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, നമ്മളെ നോക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ഓപ്പൺനെസ് നമുക്ക് എപ്പോഴും. സാധാരണ പൊതുവെ മറ്റുള്ളവരെ നോക്കാനുള്ള ക്യൂരിയോസിറ്റി, ഓപ്പൺനെസ് ഒക്കെയാണ്. പക്ഷേ അത് മാറ്റി നമ്മളിലേക്ക് ആ ക്യൂരിയോസിറ്റി വേണം. ഭയങ്കര രസമാണ് ലൈഫ്. നമുക്ക് നമ്മളിൽ തന്നെ ആ ഒരു സന്തോഷം, നമ്മളൊരാൾ വളർന്നതിൻ്റെ ഫീലൊക്കെ നമുക്ക് തോന്നും. വെറുതെ നമ്മൾ പഠിക്കുമ്പോൾ ലൈഫ് സ്കില്ല് വെറുതെ സെൽഫ് അവെയർനെസ് എന്ന് എഴുതി വയ്ക്കുന്ന സംഭവമല്ല. അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമാണ് സെൽഫ് അവെയർനെസ്. കാരണം നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സെൽഫ് അവെയർനെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു ലൈഫ് സ്കില്ലാണ്. സോ അതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു വീഡിയോ കൂടെ ആൾക്കാർക്ക് ഒരു ഉപയോഗപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അല്ലാത്ത കണ്ടൻറ്റ്സ് എനിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ